നമ്മൾ ഇന്ന് ഐഫോൺ എയറിനെ പറ്റി 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. മൂന്നല്ല 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി. 1.25 ലക്ഷം രൂപ വില വരുന്ന ഈ ഒരു വളരെ സ്ലിം ആയിട്ടുള്ള ഫോണിൽ പ്രധാനപ്പെട്ട ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട്. ക്യാമറ, ബാറ്ററി, സ്പീക്കർ, എന്തിന് ഫോണിന്റെ അകത്തുള്ള ബാറ്ററിയുടെ അതേ കപ്പാസിറ്റിയിൽ ഒരു പവർ ബാങ്ക് വരെ ഇവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ റിയൽ ലൈഫിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഓൾസോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് eSIM. ഓക്കെ, ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനൊരു ഐഫോൺ 8 ആണ് ഏറ്റവും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് എനിക്ക് കുറേ നാൾക്ക് ശേഷം ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് കയ്യിലെടുത്തപ്പോൾ ഒരു വാവ് ഫീൽ വന്നത് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോഴാണ്. ശരിയാണ്, ഫോൺ വളരെയധികം സ്ലിം ആണ്. നേരിട്ട് നിങ്ങൾ കടയിൽ പോയി എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലൈറ്റ്നെസ്സും സ്ലിംനെസ്സും ഫീൽ ആവും. അതിനോടൊപ്പം ഈ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്കും ചുറ്റും പോളിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈറ്റാനിയവും വളരെ ബെസൽ കുറഞ്ഞ് ഈക്വൽ സൈസ് ആയിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേ എല്ലാം കൊണ്ട് ഫോൺ ഒറ്റ നോട്ടത്തിൽ വളരെ പ്രീമിയമാണ് കയ്യിലെടുത്ത് ഉപയോഗിക്കുമ്പോൾ പോലും. പക്ഷേ ശരിക്കും വോവ് ഫാക്ടർ വന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ S25 അൾട്ര യൂസ് ചെയ്തിരുന്നു. S25 അൾട്ര പോലെ വലിയ ഫോണിൽ നിന്ന് ഞാൻ പിക്സൽ 10 പ്രോയിലേക്ക് മാറി. ആ സമയത്ത് ഞാൻ S25 അൾട്രയിൽ നിന്നും പിക്സലിലേക്ക് വന്നപ്പോൾ പിക്സൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നി. എന്നാൽ വെറും 10 മിനിറ്റ് ഞാൻ ഐഫോൺ എയർ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ പിക്സൽ 10 പ്രോ കയ്യിലെടുക്കുമ്പോൾ എന്തൊരു വെയിറ്റ് ആണ് എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അത്രത്തോളം ലൈറ്റ് വെയിറ്റും കൂടിയാണ്. ഈവൻ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ കേസ് നമ്മൾ ഇട്ട് ഉപയോഗിക്കുന്ന സമയത്ത് പോലും വളരെയധികം ഫോൺ സ്ലിം ആണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് ആണ് എടുത്തു പറയേണ്ടത്. ഒരു പെർഫെക്റ്റ് മിഡിൽ ഗ്രൗണ്ട് എന്ന് പറയില്ലേ. ഇപ്പോൾ ഐഫോൺ നിങ്ങൾ 16 എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് 6.3 ഇഞ്ചസ് ആണ് ഐഫോൺ 16ൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഇനി നിങ്ങൾ 16 പ്രോ മാക്സ് എടുക്കുകയാണെങ്കിൽ അത് 6.9 ഇഞ്ചാണ്. 6.3 ഇഞ്ച് ചെറുതായിട്ട് തോന്നും, 6.9 ഇഞ്ച് വളരെ വലുതായിട്ട് തോന്നും. ഈ 6.5 ഇഞ്ച് ഓൾമോസ്റ്റ് ഒരു പെർഫെക്റ്റ് ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ പെർഫെക്റ്റ് സൈസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തെർമൽസിൻ്റെ കാര്യം അവർ പറഞ്ഞത് ശരിയാണ്. A19 Pro എന്നുള്ള ചിപ്പ് വല്ലാണ്ട് ഹീറ്റ് ആവുന്നുണ്ട്. ആക്ച്വലി ഈ ഫോണിൻ്റെ ബാക്ക് സൈഡ് കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ്, കോൾഡ് ആണ്. എന്നാൽ ഈ ക്യാമറ മുടിയുള്ള താഴെയുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് ഹീറ്റ് ആവും. ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുവാണ്, ക്യാമറ ഒക്കെ യൂസ് ചെയ്യുകയാണ്, ഔട്ട്ഡോർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ഹീറ്റ് ആവുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഈ എൻറ്റയർ ഫോണിൻ്റെ എല്ലാ ഇലക്ട്രോണിക്സും ഉള്ളത് ഈ ഒരൊറ്റ ഭാഗത്താണ്. പ്രോസസ്സർ, റാം, സ്റ്റോറേജ്, ക്യാമറ എല്ലാം ഈ ഒരൊറ്റ ചെറിയ പില്ലിനകത്താണ് കുത്തി നിറച്ചിരിക്കുന്നത്. ബാക്കി ഇത്രയും ഭാഗവും ബാറ്ററിയാണ്, താഴെയായിട്ട് ചാർജിങ്ങിൻ്റെ കുറച്ച് സർക്യൂട്ട്സും. ഇതിനകത്ത് അണ്ടർ പവർഡ് ആയിട്ടുള്ള A19 Pro ചിപ്പാണ്. ഏത് ഐഫോൺ 17 പ്രോയും പ്രോ മാക്സിലും ഒക്കെ ഉള്ള സെയിം ചിപ്പ്. ഈ പവർ കുറഞ്ഞ വെർഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ശരിയാണ്, ഗെയിമിംഗ് ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. AnTuTu സ്കോർ ഇതേ നോക്കിക്കോ, ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കിക്കോ, എല്ലാം ഈ ഗീക്ക് ബെഞ്ചിൻ്റെ ഒക്കെ സ്കോർ ആക്ച്വലി വളരെയധികം മുകളിലാണ്. പെർഫോമൻസ് വൈസ് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സ്ലിം ഫോം ഫാക്ടർ ആയതുകൊണ്ട് ഹീറ്റ് ആകുമെന്ന് മാത്രം. ഇനി ഹീറ്റിങ്ങിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഒരു റിയൽ ലൈഫ് പ്രോബ്ലം ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. എല്ലാ ഫോണുകളിലും നമ്മൾ ഇന്നേ വരെ ഉപയോഗിച്ചിരിക്കുന്ന ഫോണുകളിലെല്ലാം ഒന്നിലെ മോണോ സ്പീക്കർ ആയിരിക്കും, പ്രീമിയം ഫോണുകളിൽ സ്റ്റീരിയോ സ്പീക്കർ ആയിരിക്കും. ഈ മോണോ സ്പീക്കർ എന്ന് പറഞ്ഞാൽ താഴെ മാത്രമുള്ള ഒരൊറ്റ സ്പീക്കർ ആയിരിക്കും. സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ താഴെയും മുകളിലും ആയിരിക്കും. ഇനി സ്റ്റീരിയോ സ്പീക്കറിൽ തന്നെ താഴെയും മുകളിലും ഉള്ളപ്പോൾ താഴത്തെ സ്പീക്കറിനായിരിക്കും സൗണ്ട് കൂടുതൽ. മുകളിലെ ഇയർ പീസ് തന്നെ സ്പീക്കറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബാലൻസ് വ്യത്യാസം നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇതിനകത്ത് താഴെ സ്പീക്കർ ഇല്ല. മുകൾ ഇയർ പീസ് സ്പീക്കറിൽ ഈ ഒരൊറ്റ സ്പീക്കർ മാത്രമാണുള്ളത്. ഇത് തന്നെയാണ് സൗണ്ട് കൂട്ടി ഇതിൻ്റെ ഒരു നോർമൽ സ്പീക്കറായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതിനു മുന്നേ ഒരു ഐഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇതിനകത്ത് സൗണ്ട് കേൾക്കുന്ന സമയത്ത് വലിയൊരു വ്യത്യാസം തോന്നില്ല. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ സൗണ്ട് ഒരു 80% വരെ വി ക്യാൻ മാനേജ്. 80%-ന് മുകളിൽ നിങ്ങൾ ഇതിൻ്റെ സൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ പതർച്ചയുണ്ട്. നിസാരമായ പതർച്ചയല്ല, ശരിക്കും ആ ഒരു പതർച്ച നമുക്കറിയാൻ പറ്റും. സോ ഒരിക്കലും 100% വോളിയത്തിൽ ഈ ഫോണിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും കാണാൻ പറ്റില്ല. ഓഡിയോ ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ TWS വെച്ച് കേൾക്കേണ്ടി വരും, ഇല്ലെങ്കിൽ 80% താഴെ നിങ്ങൾ ഓഡിയോ സൗണ്ട് വെക്കണം. ബട്ട് ലാൻഡ്സ്കേപ്പിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്പീക്കർ ഈ ഒരു ക്യാമറ മോഡിയുള്ള പുറകിലാണുള്ളതുകൊണ്ട് സ്ക്രീൻ മൊത്തത്തോടെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ആപ്പിളിൻ്റെ ഒരു ബേസി ടച്ച് ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്യില്ല ഇങ്ങനെ ലാൻഡ്സ്കേപ്പിൽ പിടിക്കുമ്പോൾ. ബട്ട് ഒരു സൈഡാണ് ഈ ഒരു സ്പീക്കർ ഉള്ളത്. ഓൾസോ എനിക്ക് കോംപ്രമൈസ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള വൈബ്രേഷൻ മോട്ടർ. ഡോണ്ട് ഗെറ്റ് മീ റോങ്, നല്ല വൈബ്രേഷൻ ആണ്, നല്ല ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. പക്ഷേ ഒരു ഐഫോൺ ലെവൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഇതിനകത്തില്ല. ഇനി അടുത്ത കാര്യം, പുറകിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഒറ്റ ക്യാമറ.
നിങ്ങൾക്കൊരു അൾട്രാ വൈഡ് ക്യാമറയോ ടെലിഫോട്ടോ ക്യാമറയോ ഇല്ല, ജസ്റ്റ് ഒരു 48 മെഗാ പിക്സലിൻ്റെ ഫ്യൂഷൻ ക്യാമറ. ഈ ഫ്യൂഷൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 1x എടുക്കുമ്പോൾ നിങ്ങൾക്ക് 24 മെഗാ പിക്സൽ ഫോട്ടോസും 2x എടുക്കുമ്പോൾ നിങ്ങൾക്ക് 12 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസുമാണ് വരുന്നത്. ഈ അൾട്രാ വൈഡ് ക്യാമറ ഇല്ലാത്തത് ഒരു വലിയ പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് അത് വലിയൊരു പോരായ്മയാണ്. കാരണം ഞാൻ അൾട്രാ വൈഡ് ഫോട്ടോസ് കൂടുതൽ എടുക്കാറുണ്ട്. ഞാൻ എൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിൻ്റെ ഫോണുകളിലും വൈഫിൻ്റെ ഫോണിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഫോണിലൊക്കെ അൾട്രാ വൈഡ് ഫോട്ടോകൾ കണ്ടുപിടിക്കാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ ഒരു 500 മെയിൻ ക്യാമറയിലെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 10-20 അൾട്രാ വൈഡ് ക്യാമറയിലെ ഫോട്ടോസേ ഉണ്ടാവുള്ളൂ. സാധാരണ ഒരാൾ യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് പ്രൈമറി ക്യാമറ തന്നെ ധാരാളം. ഇത് ഒരു iPhone 16e അല്ലെങ്കിൽ iPhone XR അല്ലെങ്കിൽ iPhone 8, ആ ഒരു iPhone SE, ആ ഒരു രീതിക്കുള്ള ഒരു സെറ്റപ്പാണ് ഇതിനകത്തുള്ളത്. ബട്ട് മെയിൻ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിനൊന്നും യാതൊരു കുഴപ്പമില്ല. ടിപ്പിക്കൽ ഐഫോൺ ഫോട്ടോസ് തന്നെയാണ് വരുന്നത്. ബൊക്കെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ ഔട്ട്പുട്ട്സ് ആർ ഓൾസോ നൈസ്, യാതൊന്നും പറയാനില്ല. എന്നാൽ വീഡിയോയുടെ കാര്യം വരുന്ന സമയത്ത് ഇതിനകത്ത് സിനിമാറ്റിക് വീഡിയോൻ്റെ ഓപ്ഷൻ ഇല്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കില്ലേ, സിനിമാറ്റിക് ബ്ലർ, അത് ഇതിനകത്തില്ല. ബട്ട് നോർമലി നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് 4K 60 FPS എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈവൻ ഇതിനകത്ത് നോർമലി നമ്മൾ എടുക്കുമ്പോൾ നല്ല സ്റ്റേബിൾ ആണ്. ഇനി ആക്ഷൻ മോഡും ഉണ്ട്. ഓടിക്കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുക, ആക്ഷൻ മോഡ് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ആക്ഷൻ മോഡിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ വൈസ്, സ്മൂത്ത്നെസ് വൈസ്, ക്യാമറയുടെ പെർഫോമൻസ് വൈസ് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഈ ബാക്ക് ക്യാമറയിലുള്ള അൾട്രാ വൈഡിൻ്റെ കുറവ് ഇത്തവണ വന്നിരിക്കുന്ന iPhone 17 ലൈനപ്പിലെ തന്നെ ഫ്രണ്ട് ക്യാമറ, സെൻട്രൽ സ്റ്റേജ് ഫ്രണ്ട് ക്യാമറയിൽ നികത്തിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേജ് ഫ്രണ്ട് ക്യാമറ നിങ്ങൾക്കറിയാം, ഞാൻ iPhone 17 ഒരു ഡീറ്റെയിൽഡ് വ്ളോഗ് വീഡിയോ ഇട്ട് എൻ്റെ ഫ്രണ്ട് ക്യാമറ എല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വൈഡിലിട്ടിട്ടാണ്. ആ ഒരു പരിപാടി ഇതിനകത്തുണ്ട്. ആൻഡ് സെൽഫി ഫോട്ടോസ് കൊള്ളാം. ബട്ട് കൊള്ളാം എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും പല കൺസെപ്റ്റാണ് സെൽഫീസിൽ. ചില ആൾക്കാർക്ക് സാംസങ്ങിൻ്റെ സെൽഫീസാണ് ഇഷ്ടമാവുന്നത്, ചില ആൾക്കാർക്ക് വിവോയുടെ സെൽഫീസാണ് ഇഷ്ടമാവുന്നത്. കാരണം ആ ഒരു ചെറിയ ഒരു സ്കിൻ ടോണ് കറക്റ്റ് ചെയ്യുക, അപ്പോൾ ഏതെങ്കിലും ചെറിയൊരു മാർക്സ് ഒക്കെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ആക്കുക, ആ വക പരിപാടികളൊന്നും ഐഫോൺ ചെയ്യാറില്ല. എന്താണോ ഉള്ളത് അതങ്ങനെ തന്നെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡാർക്ക് സർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് അതേപടി വരും. അതേപടി വരിക എന്നുള്ളത് ഫോട്ടോ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും ഒരു നല്ല കാര്യമാണ്. ബട്ട് നിങ്ങൾക്ക് കണ്ടാൽ ഐ പ്ലീസിങ് ആവുമെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻഡിവിജ്വൽ. പക്ഷേ HDR മാനേജ്മെൻറ്റ് എല്ലാം നല്ലത് തന്നെയാണ്. ഇനി ഒരു വീഡിയോ ഫ്രണ്ട് ക്യാമറ സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം. ഏകദേശം ഇതേപോലെ ആയിരിക്കും ഫ്രണ്ട് ക്യാമറയിൽ നിന്നും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ഞാൻ വെർട്ടിക്കലായിട്ട് പിടിച്ചേക്കുന്നത്. ബട്ട് ഹൊറിസോണ്ടൽ ആ ഒരു ഫുൾ സെൻട്രൽ സ്റ്റേജ് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. ഈ മൈക്രോഫോണിൽ നിങ്ങൾക്ക് സ്പേഷ്യൽ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു താഴെ മൈക്ക് ഉണ്ട്, ബാക്കിൽ മൈക്ക് ഉണ്ട്, വേറെ എവിടെ ഒരു മൈക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സ്പേഷ്യൽ ഓഡിയോ ഇല്ലേ, ഓഡിയോ മിക്സിൻ്റെ ഫീച്ചറൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്യാം. എന്നാൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മെയിൻ തിങ്, ഇതിൻ്റെ ബാറ്ററി ലൈഫ്. 3149 mAh ബാറ്ററിയാണ് ഈ ഒരു കുഞ്ഞ് ഫോണിൻ്റെ അകത്തുള്ളത്. 3149 mAh ബാറ്ററി അത് സഫീഷ്യൻ്റ് ആണോ, പകുതിക്ക് വെച്ച് ചാർജ് തീർന്നു പോകുമോ എന്ന് ചോദിച്ചാൽ 2 തരം ആൾക്കാരെ നമുക്ക് എടുക്കാം. ഒന്നാമത്തെ തരം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വീട്ടിലായിരിക്കും. അപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ സ്ഥിരമായിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് 24 മണിക്കൂറും വീട്ടിൽ വൈഫൈ കിട്ടുന്നുണ്ട് ആൻഡ് ചാർജർ ആക്സസിബിൾ ആണ്. വീട്ടിനകത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ലൊക്കേഷൻ മൂവ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സെല്ലുലാർ ഡാറ്റ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹെവി ആയിട്ട് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് മോർണിംഗ് ചാർജ് ചെയ്താൽ ഈവനിങ് ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും 20% ആവുന്നത്. അതായത് iPhone 16 കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഇത് തരും. എന്നാൽ പ്രധാന പ്രശ്നം വരാൻ പോകുന്നത്, നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പുറത്തേക്ക് പോകുന്ന ഔട്ട്ഡോർ യൂസിനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിനകത്ത് eSIM ഓൺലിയാണ് വരുന്നത്. ഇതിനകത്ത് ഫിസിക്കൽ സിം സ്ലോട്ട് ഇല്ല. eSIM-നെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ഇനി ഫിസിക്കൽ സിം സ്ലോട്ട് ഇല്ല, eSIM ഇട്ടു, eSIM 5G ആണ്, നിങ്ങൾ ഫുൾ ടൈം മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്, പുറത്ത് പോയി ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നുണ്ട്, നിങ്ങൾ സ്ഥിരം ട്രാവൽ ചെയ്യുന്നുണ്ട്, റേഞ്ച് ടവർ ഹോപ്പിംഗ് ഉണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും രാവിലെ ചാർജ് ചെയ്താൽ വൈകിട്ട് ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ 20% എത്തും. ഇനി ഇത് ലാഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററി പാക്ക് ആപ്പിളിൻ്റെ മേടിക്കാം. ഈ ആപ്പിളിൻ്റെ ബാറ്ററി പാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ എയറിനകത്തുള്ള സെയിം ബാറ്ററി 3146 mAh ബാറ്ററി തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇൻഫാക്ട് ഞാൻ ഒരു iFixit വീഡിയോ ഉണ്ട്, അതിൽ ഈ ബാറ്ററി റിമൂവ് ചെയ്ത് ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്താൽ ഐഡൻറ്റിക്കലാണ്, സെയിം ഷേപ്പ് സെയിം സൈസ്. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പുറകിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടി ഇത് ചാർജ് ആവും. പക്ഷേ ഈ പവർ ബാങ്കിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10-12,000 രൂപയാണ് പവർ ബാങ്കിൽ. ഇതിനകത്ത് ചാർജ് എത്രയുണ്ട് എന്നറിയണമെങ്കിൽ ഒരു LED ഉള്ളൂ. ആ ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ ഫുള്ള്, ചുമപ്പ് കത്തിക്കഴിഞ്ഞാൽ തീരാറായി എന്ന്. ഇതിൽ ചാർജ് അറിയണമെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേയിലായിരിക്കും ചാർജ് കാണിക്കുന്നത്. ഇനി ഇതിങ്ങനെ ഒട്ടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു 6000 mAh കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ അവിടെയും ഒരു തെറ്റുണ്ട്. ഫോൺ ഒരു 5% ആയിരുന്നപ്പോൾ ഞാൻ ഈ ഒരു പവർ ബാങ്ക് ഏകദേശം 90% ചാർജ് ഉണ്ട്. ഇത് ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചു. ഏകദേശം
എനിക്ക് തോന്നുന്നു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇത് ചാർജായി ഏകദേശം 60% വന്നപ്പോൾ പവർ ബാങ്കിൻ്റെ ചാർജ് തീർന്നു. വിച്ച് മീൻസ് നിങ്ങൾക്കിതൊരു ഫുൾ ചാർജിൽ നിങ്ങളുടെ ഐഫോണിനെ ഉപയോഗിക്കാതെ വെക്കുവാണെങ്കിൽ ഏകദേശം ഒരു 50% മുകളിൽ 60%ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും രൂപ വില മുടക്കി ഇത് മേടിക്കുന്നതിന് വരെ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ആങ്കറിൻ്റെയൊക്കെ ആ പവർ ബാങ്കിൽ താഴെ കുത്തുന്ന 5000 mAh അത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇതിലും എത്രയോ ഭേദമാണ്. എന്നാൽ ഞാൻ കണ്ട വേറെ കാര്യം എന്താ വെച്ചാൽ ഈ പവർ ബാങ്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എയർപോഡ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എയർപോഡും ചാർജ് ആവും. എന്നാൽ ഇത് നിങ്ങൾ വേറെ ഏത് ഐഫോണിൻ്റെ പുറകെ കൊണ്ട് ഒട്ടിക്കാൻ നോക്കിയാലും ഇത് ഒട്ടുമില്ല. ഈ ഒരു ഐഫോൺ എയറിന് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്ത മാഗ്നറ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പിക്സലിനൊക്കെ പുറകിലും മാഗ്സേഫ് ഉണ്ട്. പിക്സലിൻ്റെ പുറകെ വെച്ച് കഴിഞ്ഞാൽ ഫോൺ ചാർജ് ആവും, പക്ഷെ ദിക്കൂല, ഇതിങ്ങനെ ഒഴുകി പോകും. ഇനി ഈ സിമ്മിനെ കുറിച്ച് ഞാൻ ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഫിസിക്കൽ സിം ആണെങ്കിൽ അതിന് ഈ സിം ആക്കി മാറ്റാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ പോവുക, നിങ്ങളുടെ പഴയ സിം ഉണ്ടല്ലോ അതിനകത്ത് SMS വരും, അങ്ങനെ കൺഫിഗറേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റാക്കാം. ബട്ട് ഈ സിം നിങ്ങൾക്ക് തിരിച്ച് മാറ്റണം, ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐഫോൺ ടു ഐഫോൺ ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ സിം ലോസ്റ്റ് ആയി പോകുന്ന പരിപാടി ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് സ്റ്റോറിൽ പോയി ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കേണ്ടി വരും, എന്നിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ സിം ആക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ ഈ സിമ്മിലുള്ളപ്പോൾ ഫോൺ ഡാമേജ് ആയി പോവുകയാണ്, റിപ്പയറിനൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ലേശം ബുദ്ധിമുട്ടാവും. ആൻഡ് അഗൈൻ ഞാനിത് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സിം ഇട്ട് നോക്കാനായിട്ട് പറ്റില്ല. കാരണം എൻ്റെ ഫിസിക്കൽ സിമ്മിന് ഈ സിമ്മായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും ഫിസിക്കൽ സിം ആക്കുന്നത് ഒരു വലിയ ചടങ്ങാണ്. ഒരു ഐഡിയൽ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ A19 Pro ചിപ്പ് കൊടുക്കുന്നതിന് വരെ ഒരു A19 ബേസ് ഐഫോണിലുള്ള A19 ചിപ്പ് കൊടുത്തിട്ട് എൻ്റെ ബാറ്ററി സൈസ് കുറച്ചുകൂടെ കുറച്ചുകൂടി വില കുറച്ച് വിട്ടിരുന്നെങ്കിൽ നല്ലപോലെ ഇത് വിറ്റ് പോകും. എന്നാൽ അങ്ങനെ വിറ്റ് പോയി കഴിഞ്ഞാൽ iPhone 17 വിറ്റ് പോകാതെ ആവും. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞ ഒരു തോൽവി ഫോണാണോ, പരാജയം ഫോണാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അതായത് ഇപ്പോൾ iPhone 17 Pro Max അതൊരു SUV ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ iPhone 17 ഒരു ഫാമിലി കാറാണ്. എന്നാൽ iPhone 17 Aero ഇത് ഒരു ലക്ഷറി സ്പോർട്സ് കാറാണ്. ഇപ്പോൾ ലക്ഷറി സ്പോർട്സ് കാറിന് ഭയങ്കര വിലയാണ്, പക്ഷേ അതിനകത്ത് ഒരാൾക്ക് കഷ്ടിയിരിക്കുക, 2 പേർ കഷ്ടിയിരിക്കുക, ഭയങ്കര തിന്നാണ്, കാണാൻ നല്ല ലുക്കൊക്കെയാണ്. എന്നാൽ മൈലേജ് തീരെയില്ല, ഗ്രൗണ്ട് ക്ലിയറൻസ് തീരെയില്ല എന്നും പറഞ്ഞാൽ ആ സ്പോർട്സ് കാർ മോശമാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എല്ലാവർക്കും വേണ്ട ഒരു ഫാമിലി ഫ്രണ്ട്ലി കാർ പോലത്തെ ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ഇപ്പോൾ ഉള്ളത് iPhone 17 തന്നെയാണ്. ആൻഡ് ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഞാനിത് വാങ്ങുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ബാഡ്ലി ഈ ഫോൺ ഉപയോഗിക്കണം എന്നുണ്ട്. കാരണം നല്ല രസമാണ് ഈ ഫോൺ കയ്യിലെടുക്കാനും ഇങ്ങനെ യൂസ് ചെയ്യാനൊക്കെ. ബട്ട് അഗെയിൻ ഫോർ മൈ യൂസ് ഇതിൻ്റെ ബാറ്ററി തീരെ നിൽക്കില്ല. എനിക്ക് അൾട്രാവൈഡ് ക്യാമറയും ടെലിഫോട്ടോ ക്യാമറ, അറ്റ്ലീസ്റ്റ് അൾട്രാവൈഡ് ക്യാമറ എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇത് ഒറ്റ ക്യാമറയിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അഗെയിൻ സ്റ്റീരിയോ സ്പീക്കേഴ്സ് മസ്റ്റാണ്, അതും ഇതിനകത്തില്ല. സോ ഐ വിൽ സ്റ്റിക്ക് ടു iPhone 17. എന്നാൽ ഫോർ ദിസ് എഞ്ചിനീയറിംഗ് 1.25 lakhs ഡെഫിനറ്റ്ലി അവർ ചാർജ് ചെയ്യും. കാരണം അത്രത്തോളം R&D ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. കുറച്ചുകൂടി വില കുറച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ബട്ട് ദിസ് ഈസ് എ നീഷ് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കാർ വൈബാണ് ഇത് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുവാണെങ്കിൽ. അപ്പോൾ ഇതാണ് എനിക്ക് iPhone 17 Airനെ പറ്റി പറയാനുള്ളത്. ഇത് നിങ്ങൾ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.